ശ്രീലങ്കയിൽ ആദ്യത്തെ ഇടതുപക്ഷ പ്രസിഡന്റായി അധികാരമേറ്റ അനുര ദിസനായകെ വീണ്ടും ചരിത്ര നായകനാകുന്നു. അനുരകുമാര ദിസനായകയുടെ ഇടതുപക്ഷ സഖ്യമായ നാഷണൽ പീപ്പിൾസ് പവർ പാർലമെന്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 3-ൽ 2 സീറ്റുകൾ നേടി ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചു. കഴിഞ്ഞ പാർലമെന്റിലുണ്ടായിരുന്ന 3 സീറ്റിൽ നിന്നാണ് NPPയുടെ വൻ മുന്നേറ്റം. പ്രധാനമന്ത്രി സ്ഥാനത്ത് ഡോക്ടർ ഹരിണി അമരസൂര്യ തുടരാനാണ് സാധ്യത. 25-അംഗ മന്ത്രിസഭയെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ശ്രീലങ്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ വഴിത്തിരിവായിരുന്നു സെപ്റ്റംബർ 21-ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. ഇടതുപക്ഷ ആശയ അടിത്തറയുള്ള ജനതാ വിമുക്തി പെരുമുന അഥവാ JVP നേതൃത്വം നൽകിയ 27 പാർട്ടികൾ അടങ്ങിയ സഖ്യമായ നാഷണൽ പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥി അനുരകുമാര ദിസനായകെ അവിശ്വസനീയമായ വിജയം നേടി. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആദ്യമായി പ്രസിഡന്റ് പദവിയിലെത്തുന്ന ചരിത്രമാണ് കുമാര ദിസനായകെ അന്ന് ശ്രീലങ്കൻ ചരിത്രത്തിൽ എഴുതിച്ചേർത്തത്. ഇതിന്റെ തുടർച്ചയായി കഴിഞ്ഞയാഴ്ച നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും NPP ചരിത്രം സൃഷ്ടിച്ചു. ഇതിനു മുൻപ് അധികാരത്തിന്റെ 7 അയലത്തെ എത്താനാകാത്ത സഖ്യമാണ് ഇപ്പോൾ ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ പൂർണ്ണാധിപത്യം നേടിയിരിക്കുന്നത്. ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും ഇന്ധനത്തിനുമായി മണിക്കൂറുകളോളം പൊരിവെയിലിൽ വരി നിന്നവരാണ് ശ്രീലങ്കൻ ജനത. ജനസംഖ്യയുടെ 4-ൽ 1 പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ. സാമ്പത്തിക വളർച്ചാ നിരക്ക് വെറും 2%. കടുത്ത വിലക്കയറ്റം. എങ്ങനെയും ജീവിതം തിരിച്ചുപിടിക്കാൻ കഷ്ടപ്പെടുന്ന ശ്രീലങ്കൻ ജനങ്ങൾ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയിൽ വിശ്വാസമർപ്പിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം. തമിഴരെന്നും സിംഹളരെന്നും ബുദ്ധിസ്റ്റുകളെന്നും ശ്രീലങ്കൻ മൂറുകളെന്നും പലവഴി പിരിഞ്ഞു നിൽക്കുന്ന ശ്രീലങ്കൻ ജനത ഒറ്റ സ്വരത്തിൽ പ്രഖ്യാപിച്ച ജനവിധി പ്രസിഡന്റ് അനുരകുമാര ദിസനായകയ്ക്കുള്ള അംഗീകാരമാണ്. മാറ്റത്തിന് മികച്ച ഭൂരിപക്ഷം നൽകൂ എന്ന അനുരയുടെ പ്രചാരണം ജനങ്ങൾ അംഗീകരിച്ചുവെന്ന് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ പാർലമെന്റിൽ നല്ല ഭൂരിപക്ഷം വേണമെന്ന ദിസനായകയുടെ അഭ്യർത്ഥന ജനങ്ങൾ സ്വീകരിച്ചു. നികുതി വർധന പോലും ജനത്തെ പ്രകോപിപ്പിച്ചില്ലെന്ന് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റാനുള്ള നയം നടപ്പാക്കാൻ ദിസനായകയ്ക്ക് പാർലമെന്റിലും മേൽക്കൈ വേണമായിരുന്നു. മുൻ പ്രസിഡന്റ് മഹീന്ദ്ര രാജപക്സെയുടെ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള നിലവിലുള്ള പാർലമെന്റിൽ ദിസനായകയ്ക്ക് ഭരണം വെല്ലുവിളിയായിരുന്നു. അതാണ് പാർലമെന്റ് പിരിച്ചുവിട്ട ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്താൻ ദിസനായകയെ പ്രേരിപ്പിച്ചത്. ആ തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയിച്ചിരിക്കുകയാണ് ലങ്കൻ ജനത. 225-ൽ 159 സീറ്റുകൾ നേടിയാണ് NPP സഖ്യം ചരിത്ര വിജയം നേടിയത്. ശ്രീലങ്കയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതാദ്യമാണ് ഏതെങ്കിലും പാർട്ടിക്കോ സഖ്യത്തിനോ പാർലമെന്റിൽ 3-ൽ 2 ഭൂരിപക്ഷം ലഭിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസയുടെ സമാഗി ജന ബലവേഗായ 40 സീറ്റിൽ ഒതുങ്ങി. വർഷങ്ങളോളം ലങ്ക അടക്കി ഭരിച്ച രാജപക്സെ കുടുംബത്തിന്റെ പൊതുജന പെരുമുന വെറും 3 സീറ്റിലേക്ക് ചുരുങ്ങി. മുൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗയുടെ ന്യൂ ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് 5 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. തമിഴ് ആധിപത്യമുള്ള ജാഫ്നയിലും JVP സഖ്യം വൻ വിജയം നേടി. 1948-ൽ ശ്രീലങ്ക സ്വാതന്ത്ര്യം നേടിയ ശേഷം ആദ്യമായാണ് സിംഹള ദേശീയതയുള്ള ഒരു പാർട്ടി ജാഫ്നയിൽ ജയിക്കുന്നത്. ഇവിടെ തമിഴ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ദിസനായകയെ പിന്തുണച്ചു. വിവിധ വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് നേട്ടമുണ്ടാക്കിയ രാഷ്ട്രീയ കാലം കഴിഞ്ഞെന്ന ദിസനായകയുടെ പ്രഖ്യാപനം ജനങ്ങൾ ഏറ്റെടുത്തു. മാത്രവുമല്ല LTTയുമായുള്ള ആഭ്യന്തര യുദ്ധത്തിനു ശേഷം പിടിച്ചെടുത്ത തമിഴ് വംശജരുടെ ഭൂമി അവർക്ക് തന്നെ വിട്ടുകൊടുക്കുമെന്ന ദിസനായക പ്രഖ്യാപനം തമിഴരുടെ പിന്തുണയ്ക്ക് കാരണമായി. പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനം പൊളിച്ചെഴുതുമെന്ന് അധികാരമേറ്റപ്പോൾ തന്നെ ദിസനായക പ്രഖ്യാപിച്ചിരുന്നു. ഒരു വ്യക്തിയിൽ അധികാരം കേന്ദ്രീകരിക്കുന്ന എക്സിക്യൂട്ടീവ് പ്രസിഡൻസി ഭരണ സംവിധാനം നിർത്തി പാർലമെന്റിനെ ശാക്തീകരിക്കാനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ദിസനായകെ ശ്രമിക്കുക. അതിനാവശ്യമായ 3-ൽ 2 ഭൂരിപക്ഷം ലഭിച്ചതിനാൽ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. പ്രസിഡൻസി ഭരണത്തിന്റെ അഴിമതി ആവോളം അനുഭവിച്ചറിഞ്ഞവരാണ് ശ്രീലങ്കൻ ജനത. എക്സിക്യൂട്ടീവ് പ്രസിഡൻസി മാറ്റി എക്സിക്യൂട്ടീവ് അധികാരങ്ങളില്ലാതെ പ്രസിഡന്റിനെ പാർലമെന്റ് നിയമിക്കാൻ വഴിയൊരുക്കുമെന്ന് NPPയുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇടതുപക്ഷ ആശയങ്ങളോട് കൂറു പുലർത്തുമ്പോഴും സിംഹള വംശീയതയിൽ ഊറ്റം കൊണ്ട പ്രസ്ഥാനമാണ് ജനതാ വിമുക്തി പെരുമുന. തമിഴ് വിരുദ്ധമായ മുൻകാല നിലപാടുകൾക്ക് വിമർശനം കേൾക്കുന്ന ദിസനായകയുടെ പാർട്ടിക്ക് പക്ഷഭേദമില്ലാതെ തന്നെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയുമോ എന്നാണ് ഇനി കാണേണ്ടത്. കടക്കണിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിച്ച് സാമ്പത്തികമായി ശക്തിപ്പെടുത്തുക എന്നതാണ് ചൈനീസ് അനുകൂലിയായ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അതിനുള്ള വലിയ ഭൂരിപക്ഷമാണ് സിംഹള ജനത ദിസനായകയ്ക്ക് പാർലമെന്റിൽ നൽകിയിരിക്കുന്നത്.